ഹായ്, ഞാൻ 2 ദിവസം മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. സഞ്ജു സാംസനെ അപമാനിച്ച് സംസാരിച്ച ചെകുത്താനെ കുറിച്ച് പറഞ്ഞുകൊണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഈ ചെകുത്താൻ എന്ന് പറയുന്ന വ്യക്തി സമൂഹത്തിൽ ആരാണോ നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നത് അവരെക്കുറിച്ച് മോശം പറഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന്. സാധാരണഗതിയിൽ പുള്ളിയെ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം 2020 വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യ മത്സരം. വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചാൽ മാത്രമാണ് ഇന്ത്യക്ക് സെമി ഫൈനലിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ. ആ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ. ആ സമയത്ത് വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്താൻ ഇന്ത്യക്ക് തുണയായത് സഞ്ജുവിൻ്റെ ബാറ്റിംഗ് തന്നെയാണ്. സഞ്ജു സാംസൺ എന്ന വ്യക്തിയുടെ ബാറ്റിംഗ് കൊണ്ട് മാത്രമാണ് അന്ന് വെസ്റ്റ് ഇൻഡീസിനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. അത്തരമൊരു ഇന്നിങ്സ് ആര് കളിച്ചാലും നമ്മൾ അഭിനന്ദിക്കും. പ്രത്യേകിച്ച് ആ ഇന്നിങ്സ് സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്നായതുകൊണ്ട് നമ്മൾക്ക് കുറച്ചുകൂടി കൂടുതൽ സന്തോഷമുണ്ടാകും. എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടുകാരനാണ്, മലയാളിയാണ്. തീർച്ചയായും എല്ലാവരും സഞ്ജു സാംസനെ അഭിനന്ദിച്ചു. ഈ പറയുന്ന വിവരമില്ലാത്ത മരയോള മാത്രമാണ് സഞ്ജുവിനെതിരെ സംസാരിച്ച് രംഗത്ത് വന്നത്. അപ്പോൾ അതിനെതിരെ ഞാൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട്. കുറച്ച് മുൻപ് എനിക്കൊരാൾ ഒരു ട്രോൾ വീഡിയോ അയച്ചു തന്നു, വൈഷ്ണവ് ട്രോൾസിൻ്റെ ഒരു ട്രോൾ വീഡിയോ. അയാൾ പറയുന്നത് ഇത് സഞ്ജു സാംസനെ കുറിച്ച് ഈ ചെകുത്താൻ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രോളാണ് എന്നുള്ളതാണ്. ഞാൻ കണ്ടിട്ടില്ല, എന്തായാലും നമുക്ക് ഒരുമിച്ച് കാണാം എന്താണ് ആ ട്രോളിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത്രയും ഒരു 97 എടുത്ത് ഇന്ത്യയെ വിജയിപ്പിച്ചതിന് ശേഷവും സഞ്ജുവിനെ അധിക്ഷേപിച്ച് വന്ന 2 വെടലകൾ. ഒന്ന് കേരളത്തിന് പുറത്തുള്ള ഒരു നാറി, ഒന്ന് കേരളത്തിനകത്തുള്ള ഒരു നാറി. ആ നാറുകളെ 2 പറയണം. ആരെയൊന്നും വല്ല സൂചനയും കിട്ടിയോ? ഇല്ല, ഏതോ തന്തയില്ലാത്തവനാണെന്നറിയാം. ഏത് തന്തയില്ലാത്തവനാണ് പറഞ്ഞത്? അവൻ സഞ്ജു സാംസൺ ഇന്ത്യയെ രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടോ എന്താ ഇന്ത്യയുടെ രക്ഷകൻ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് കുറെ പോസ്റ്റ് ഒക്കെ ഉണ്ട്. ആരാ ഈ സഞ്ജു സാംസൺ? നിന്റെ തന്ത. സഞ്ജു സാംസൺ ആണോ ഇന്ത്യയുടെ ദാരിദ്ര്യം മൊത്തം ഇല്ലാണ്ടാക്കിയതോ, നിർമ്മാർജ്ജനം ചെയ്തവനോ? സഞ്ജു സാംസൺ റേഷൻ കടയിലാണോ പണി, ദാരിദ്ര്യം മാറ്റാൻ വേണ്ടിയിട്ട്? റേഷൻ കടയിലാണോ പണി? അവനെ കണ്ടിരുന്നെങ്കിൽ 2 തെറി പറയായിരുന്നു. എനിക്ക് നാക്ക് ഉറച്ചിട്ടുണ്ട്. എനിക്കറിയാൻ സഞ്ജു സാംസൺ ഇന്ത്യയുടെ രക്ഷകൻ. എന്ത് മയിലാണോ ഇതൊക്കെ? ആളുകളുടെ തെറിവിളി കേൾക്കാൻ വേണ്ടിട്ട് തന്തയ്ക്ക് വിളി കേട്ടാൽ ഇളിച്ചോണ്ടിരിക്കുന്ന ഒരുത്തനാണ്. അപ്പൊ പിന്നെ അവനെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ആ തെണ്ടിയുടെ സ്വഭാവം കണ്ടല്ലോ അറിഞ്ഞൂടെ അവൻ നല്ല തന്തയ്ക്ക് പറഞ്ഞു. ഏതായാലും തോട്ടിയായിരിക്കും. എന്തോ ഒരു ക്രിക്കറ്റ് കളിച്ചപ്പോ സെമിഫൈനലിൽ കുറച്ച് റൺസ് അടിച്ചു. അതിന് രക്ഷകനോ? ആരുടെ രക്ഷകൻ? എനിക്കൊന്നും അവനെ അറിയത്തൂല. ഏതൊരു പുലയാടി മോനെ, രക്ഷകൻ, ഇന്ത്യയുടെ രക്ഷകൻ. ഈ കുറെ കൂറ ക്രിക്കറ്റ് കളിക്കാ കണ്ടോണ്ടിരിക്കുന്ന മൈനന്മാർക്ക് ഇത്ര വലിയ ഇതായിരിക്കും. അല്ലാതെ ആർക്കും ഇത് ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കാൻ പറ്റുന്നത്? എന്റെ അടുത്തുനിന്ന് ചെവിക്കനും അടിച്ച് ഞാൻ പൊട്ടിച്ചേനെ. ഇങ്ങനെ ജീവിക്കാൻ ഇവനൊന്നും ഒരു ഉളുപ്പില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇതിനകത്ത് രാവിലെ തൊട്ട് കാണുന്നുണ്ട് ഈ സഞ്ജു ഇങ്ങനെ മുട്ട വയ്ക്കുന്നു, പൊളിഞ്ഞിരിക്കുന്നു. അതുമല്ലാണ്ട് സെമിഫൈനൽ ജയിക്കുന്നു. വലിയ കാര്യമായി പോയി. ഇവൻ മഹാ തെണ്ടി തന്നെ. ചെന്നവന്റെ നടുവിന് നോക്കി ഒരു ചവിട്ട് കൊടുക്കട്ടാ. ആർക്ക് കാണണം ഒരു തോലിഞ്ഞ കളി? അതിനകത്തിരുന്നോണ്ട് ഏതോ ഒരുത്തന്നെ അനുസരിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ മലയാളികൾ മുഖ്യമന്ത്രിയൊക്കെ അങ്ങ് അഭിനന്ദിച്ചു. ഇന്ത്യക്ക് വേണ്ടി ഇനിയും ചെയ്യുമോ? ഇന്ത്യക്ക് വേണ്ടി എന്താ തോന്നി തന്നെ? ഇന്ത്യയുടെ രക്ഷകനാണ് പോലും. ആർക്കാടാ ഇതൊക്കെ? ആകപ്പാടൊരു കളി ഒരുത്തനൊന്നിച്ച് റൺസ് അടിച്ചു കഴിഞ്ഞു. എവിടുന്നെങ്കിലും ഒരു വാടക കൊലയാളി കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. ഇവരെ പണ്ട് മറ്റേ ബാല തോക്കുമായിട്ട് വെടിവെക്കാൻ വന്ന സമയത്ത് സീരിയസ്ലി ഇവന്റെ ഭാഗത്ത് സംസാരിച്ചിട്ടുണ്ട്. അത് ഏറ്റവും വലിയ മണ്ടത്തരാണെന്ന് തോന്നുന്നു. അന്ന് വെടിവെക്കാൻ വന്ന സമയത്ത് അവൻ ആ വെടിവെച്ചിട്ട് പോയായിരുന്ന ഒരു ശല്യം, ഒരു പാഴി നാട്ടിൽ നിന്ന് ഒഴിവായി പോയത്. അവന്റെ വായിക്കാത്ത കയറിയിരുന്ന് വെടിവെച്ചാലേ ശരിയാവും. പോയി ചത്തുടടാ. ഞാൻ പോകുന്നു. ശരിക്കും മരയോള അല്ലേ? ട്രോള് കൊള്ളാം, പക്ഷെ തെറി ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിന് സോറി. ഇതുപോലുള്ള ആൾക്കാരാണ് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ചീത്തപ്പേരുണ്ടാക്കി വെക്കുന്നത്. അതായത് ഈ ചെകുത്താനെ പോലുള്ള ആൾക്കാരാണ് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന പല ആൾക്കാർക്കും ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ചെകുത്താനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ പരിപാടി അങ്ങ് അവസാനിപ്പിച്ചേക്ക്. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ആ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരം വിവരക്കേടുകൾ ആ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നെഗറ്റീവ് പറഞ്ഞ് റീച്ച് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുള്ളി വീഡിയോ ചെയ്യുന്നത്. അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരം ആൾക്കാർക്ക് സപ്പോർട്ട് കൊടുക്കാതിരിക്കുക. അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.